വയനാട്ടിലും വിമതസ്വരമുണ്ട്. അവിടെ യൂത്ത് കോൺഗ്രസ് ആണ് വിമതസ്വരം ഉയർത്തിയിരിക്കുന്നത്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി തന്നെ അവിടെ മത്സരിക്കാൻ നിൽക്കുകയാണ്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ജഷീർ പള്ളിവയൽ. ദീപക്, ഇപ്പോൾ പാർട്ടിക്ക് മോശം വരുത്തില്ല, പാർട്ടിയുടെ സൽപ്പേരിന് കളങ്കം വരുത്തില്ല എന്ന് ജഷീർ പറയുന്നു. അതേസമയം വിമതരായി നിൽക്കുകയും ചെയ്യുന്നു. അപ്പോൾ എന്താണ് ഇതിൽ ഇനിയുള്ള അടുത്ത മണിക്കൂറിലെ സാഹചര്യം? നേതൃത്വം ഇപ്പോഴും ജഷീറുമായി സംസാരിക്കുകയാണോ? സ്മൃതി, യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരുന്ന ജഷീർ പള്ളിവയൽ ആദ്യം പാർട്ടി അനുവദിച്ചു കൊടുത്ത സീറ്റ് മീനങ്ങാടിയിലായിരുന്നു. പക്ഷേ തന്റെ നാടായ തോമാട്ടുചാൽ ഡിവിഷനിൽ ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിക്കാനുള്ള ആഗ്രഹം ജഷീർ അറിയിച്ചെങ്കിലും പാർട്ടി അത് അംഗീകരിച്ചില്ല. തുടർന്നാണ് അവിടുത്തെ തന്നെ കോൺഗ്രസ് നേതാവായ ശശീന്ദ്രനെ ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിപ്പിച്ചത്. ആ സമയത്താണ് ജഷീർ വിമത സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ ഇറങ്ങിയത്. ഇന്നിപ്പോൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിന്റെ അവസാനത്തെ ദിവസമായ സമയത്താണ് ഇന്നിപ്പോൾ DCCയിൽ ചർച്ചകൾ നടക്കുന്നത്. DCC വയനാട് ജില്ലാ നേതൃത്വം അടക്കം ഉള്ള ആളുകളും ജഷീറും ചേർന്ന് ഇപ്പോൾ അനുനയ നീക്കങ്ങളുമായി ബന്ധപ്പെട്ട് അനുനയ നീക്കത്തിന് വഴങ്ങും എന്നൊരു സൂചന ലഭിച്ചിട്ടുണ്ടെങ്കിൽ പോലും അതിൽ കൃത്യമായൊരു നിലപാട് ജഷീറാണ് പറയേണ്ടത്. സംസ്ഥാന നേതൃത്വം അടക്കം പ്രതിപക്ഷ നേതാവും ഒപ്പം VD സതീശനും K സുധാകരൻ അടക്കമുള്ള മുതിർന്ന നേതാക്കൾ ജഷീറിനെ വിളിച്ച് കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. പാർട്ടിക്ക് കളങ്കം വരുത്തുന്ന രീതിയിലുള്ള നിലപാട് താൻ എടുക്കില്ല എന്ന് ജഷീർ നേരത്തെ നമ്മളോട് വ്യക്തമാക്കിയിരുന്നു. ഇപ്പോൾ വയനാട് DCCയിലുള്ള നേതാക്കൾ അടക്കമുള്ള ആളുകൾ ജഷീറുമായി ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നേരത്തെ കോർ കമ്മിറ്റി അടക്കമുള്ള ആളുകൾ ഈ സ്ഥാനാർത്ഥി നിർണ്ണയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ നേരത്തെ തന്നെ തീരുമാനമെടുത്തിരുന്നു. അതിൽ പലയിടങ്ങളിലും അതൃപ്തിയുണ്ട്. അതിനെ തുടർന്നാണ് വയനാട്ടിൽ പലയിടങ്ങളിലും വിമതരായി തന്നെ കോൺഗ്രസിൽ സ്ഥാനാർത്ഥികൾ മത്സരത്തിനായി എത്തിയത്. അതിൽ തന്നെ തോമാട്ടുചാൽ ഡിവിഷൻ എന്ന് പറയുന്നത് കോൺഗ്രസിന്റെ ഒരു ഉറച്ച മണ്ഡലമാണ്. അവിടെ ജഷീർ മത്സരത്തിനെത്തുമ്പോൾ കോൺഗ്രസിന്റെ സ്വാധീനം എത്രത്തോളം ഉണ്ടാകും എന്നതിനെപ്പറ്റി കൂടുതൽ കാര്യങ്ങൾ പുറത്തു വരേണ്ടിയിരിക്കുന്നു. അതിനിടയിലാണ് ഇപ്പോൾ നേതൃത്വവുമായി ഒരു ചർച്ച നടത്തിക്കൊണ്ടിരിക്കുന്നത്. സംസ്ഥാന നേതൃത്വം അടക്കമുള്ള ആളുകൾ ജഷീറുമായി ബന്ധപ്പെട്ട് ഈ സ്ഥാനാർത്ഥി നിർണ്ണയത്തിലുള്ള തെറ്റുകുറ്റങ്ങൾ അടക്കം പരിഹരിക്കുന്ന രീതിയിലേക്കുള്ള ഇടപെടലുകൾ നടത്തും എന്നുള്ള കാര്യം ജഷീർ ഉറപ്പു നൽകിയിരുന്നു. ഏതായാലും ഇപ്പോൾ DCC നേതൃത്വവും ജഷീറുമായി കൽപ്പറ്റയിലെ DCC ഓഫീസിൽ ഇപ്പോൾ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നിലപാട് പറയേണ്ടത് അനുനയത്തിന് വഴങ്ങുമോ അല്ലെങ്കിൽ സ്ഥാനാർത്ഥിയായി തന്നെ മുന്നോട്ട് പോകുമോ എന്നുള്ള കാര്യത്തിൽ നിലപാട് പറയേണ്ടത് ജഷീറാണ്. അല്പസമയത്തിനുള്ളിൽ തന്നെ ജഷീറിന്റെ പ്രതികരണം നമുക്ക് ലഭ്യമാകും. സ്മൃതി, രാഷ്ട്രീയ പാർട്ടികൾ 21 തവണ വിളിച്ചു എന്നതടക്കമുള്ള വിവരങ്ങൾ പുറത്തുവരുന്നു. പക്ഷേ മറ്റു പാർട്ടികൾക്കൊന്നും വഴങ്ങിയിട്ടില്ല. പക്ഷേ വിമതരായി നിൽക്കുന്നു എന്നുള്ളതാണ്. അനുനയിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് വയനാട്ടിൽ